ഹലോ, എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. തുടക്കത്തിലെ തന്നെ ജയിലിലാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ പ്രിയൻ നോക്കുമ്പോൾ ഒരാളെങ്ങനെ ഇരുന്ന് കരയാണ് കേട്ടോ. അയാൾ പൊട്ടി പൊട്ടി കരയുന്നത് കണ്ട് പ്രിയനെ സഹതാപം തോന്നുകയാണ്. ചേട്ടാ, നിങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ അറിയാം ഏതോ കള്ളക്കേസിലാണ് നിങ്ങളിവിടെ പെടുത്തിയിട്ടിരിക്കുന്നതെന്ന്. അതൊക്കെ എങ്ങനെ ഉണ്ടാവും ചേട്ടാ? ഇപ്പം തന്നെ ഞാൻ കണ്ടില്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, പക്ഷെ കൊലപാതകത്തിനാണ് എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. ചേട്ടൻ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് ഒരു പോലീസുകാരൻ പറയുകയാണ്, പ്രിയ, നീ കരുതുന്നത് പോലെ ഒരാളല്ല ഇയാൾ. പിന്നെയോ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടി തൂക്കിയവനാ. ഇത് കേട്ട് പ്രിയൻ ദേഷ്യം വരികയാണ്. എടാ വൃത്തികെട്ടവനെ, എന്നിട്ടാണോടാ നീ ഇങ്ങനെ ഇരുന്നോണ്ട് കരയുന്നത്? നിനക്കോ മനുഷ്യത്വം ഉണ്ടോടോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയൻ അവിടെ നിന്ന് പോവാണ്. അയാൾ എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തയെ കാണിക്കുകയാണ്. മുക്ത കൈലാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ കൈലാഷിൻ്റെ അമ്മ പറയുകയാണ്, അല്ല മുക്ത, ഇന്ന് നിന്നെ കാണാൻ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. അത് പിന്നെ കൈലാഷിൻ്റെ കൂടെ പുതിയ വീട് കാണാനായിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു. അതാ ഞാൻ ഒരുങ്ങി വന്നത്. എനിക്ക് തോന്നി. PKRും പറയാണ്, മോളെ, നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന വീട്ടിൽ നീയും കൈലാഷും കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ പോകുന്ന വീടാണ്. നിങ്ങൾ അവിടെയാണ് ഇനി ഉള്ള കാലം താമസിക്കേണ്ടത്. അപ്പോൾ ആ വീടിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിനക്കറിയാലോ, കൈലാഷ് വന്നതിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് അങ്ങ് പോകുന്നു പറയുകയാണ്. അങ്ങനെ കൈലാഷ് വരികയാണ്. അച്ഛാ, പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കാണാനായിട്ട് ഞാൻ പോവുകയാണെന്ന് പറയുകയാണ്. ഈ സമയത്ത് കൈലാഷിനോട് മുക്തയും കൂട്ടിയിട്ട് പോകാനായിട്ട് ഇവർ പറയുകയാണ്. അപ്പോൾ കൈലാഷ് പറയുകയാണ്, ഇല്ല, എനിക്ക് മുക്തയും കൂട്ടിയിട്ട് പോകാനായിട്ട് പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും PKR ചോദിക്കുകയാണ്, എന്താ കൈലാഷ് നീ അങ്ങനെയൊക്കെ പറയുന്നത്? മുക്ത കൂടെ വന്ന എന്താ കുഴപ്പം? നിങ്ങളുടെ കല്യാണത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കേണ്ട വീടാണത്. അപ്പോൾ പിന്നെ മുക്തയെ കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ എന്താ നിനക്ക് പ്രശ്നം? അച്ഛാ, എപ്പോഴും ഈ കല്യാണ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വിളിച്ച് പറയരുത്. എനിക്കത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. എനിക്കെന്തായാലും പോകുന്നിടത്തും വരുന്നിടത്തും മുക്തയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. ദയവ് ചെയ്ത് എൻ്റെ കൂടെ വിടരുത്. അവളോട് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി കണ്ടോളാൻ പറയുമെന്ന് പറയുകയാണ്. അപ്പോൾ മുക്തയ്ക്ക് വേഗം തന്നെ വിഷമം വരുന്നുണ്ട്. എന്നാലും മുക്ത പറയുകയാണ്, കൈലാഷ്, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എടാ, കണ്ടില്ലേടാ, പാവം പെൺകുട്ടി, അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടില്ലേ? നിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൾ സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇനി അവളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ്. നീ എന്തായാലും അവളെയും കൂട്ടിയിട്ട് പോ. നിങ്ങൾ പോകുന്നത് ഒരേ ഇടത്താണെങ്കിൽ രണ്ടായിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ശരി, ഏറ്റവും അവസാന നിമിഷം നിങ്ങളിങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം പോകുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുക്തയോട് വരാൻ പറയുകയാണ്. അതിനുശേഷം മുക്ത പറയുകയാണ്, കൈലാഷ്, നിനക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മടിയാണെങ്കിൽ വേണ്ട, നമുക്ക് മറ്റൊരു ദിവസം പോവാം. ഇല്ല മുക്ത, എനിക്കൊരു കുഴപ്പമില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ കല്യാണ കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല മുക്ത. എനിക്ക് മനസ്സിലാവും കൈലാഷ്, നമുക്കെന്തായാലും ഒന്ന് പോയാലോ? ശരി, നീ എന്തായാലും വണ്ടിയിൽ കയറുമെന്ന് പറയുകയാണ്. അങ്ങനെ കൈലാഷ് ഗേറ്റ് തുറന്ന് വണ്ടി എടുക്കുമ്പോഴത്തേക്കും അവിടെ പാർവതി നിൽക്കുകയാണ്. വേഗം തന്നെ കൈലാഷ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുകയാണ്. പാറു, എന്താ പാറു, ഇത്ര രാവിലെ നീ ഇവിടെ വന്നിരിക്കുന്നേ? അത് പിന്നെ ഞാൻ സത്യഭാമ മേഡത്തിനെ കാണാൻ വന്നതാ. അയ്യോ, അമ്മയെ കാണാനാണോ നീ വന്നത്? അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്മ ചെന്നൈ വരെ ഒന്ന് പോയിരിക്കുകയാണ്. അയ്യോ, ചെന്നൈ വരെയോ? ആ, നീ എന്താ ഇപ്പോൾ വന്നത്? അത് പിന്നെ പ്രിയൻ ചേട്ടൻ്റെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പാവം പ്രിയൻ ചേട്ടൻ ഇനി എന്നാ പുറത്തേക്ക് വരാമെന്ന് അറിയില്ലല്ലോ, അതുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പാറു, ഞാൻ പറയുന്നത് കൊണ്ട് നീ തെറ്റായിട്ടൊന്നും എടുക്കരുത്. പ്രിയൻ എന്തായാലും പുറത്തേക്ക് വരാനായിട്ട് 15 ദിവസം എടുക്കും. അമ്മ ആ 15 ദിവസത്തിനുള്ളിൽ എവിടേക്ക് എത്തുള്ളൂ. അയ്യോ, 15 ദിവസം സാറേ? ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചാകെ പെടുകയാ സാറേ. എന്തായാലും അത്രയും ദിവസമൊന്നും പ്രിയൻ ചേട്ടനെ കാണാതെ എന്നെ കൊണ്ടിരിക്കാൻ പറ്റില്ല. പ്രിയൻ ചേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ എന്തിനാ 15 ദിവസം കഴിയുന്നത്? എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിലില്ലേ? പാറു, നീ ഇമോഷണൽ ആവരുത്. പ്രിയനെ പുറത്തിറക്കാനായിട്ട് ഏത് വഴി വേണമെങ്കിലും ഞാൻ സ്വീകരിക്കും. പക്ഷേ നിയമത്തിൻ്റെ വഴിക്കല്ലേ പോവുള്ളൂ. 15 ദിവസത്തേക്ക് അവന് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവനാണ് കുറ്റവാളി എന്ന് തെളിയിച്ചു എന്നല്ല. 15 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വരും. സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ എതിർഭാഗം വക്കീലുണ്ടല്ലോ, അയാളുടെ കാലിൽ ചെന്ന് വീഴാം. ഞാൻ അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പാറു, എതിർഭാഗം വക്കീലിൻ്റെ കാലിൽ ചെന്ന് വീഴാന്നൊക്കെ പറഞ്ഞാൽ, സാറേ, എനിക്ക് വലുതെൻ്റെ ഭർത്താവാണ്. ഞാൻ ആരുടെ കാലിൽ വീഴാനും തയ്യാറാണ്. ഒരുപക്ഷെ നമ്മളോട് ദേഷ്യമുള്ള ആളുടെ മുന്നിൽ വന്ന് നമ്മൾ അടിയറവ് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നത് പോലെ ഇതൊരുപക്ഷെ മാറുകയെങ്കിലോ? സാറ് എന്നെ അനുവദിക്കണം എന്ന് പറയുകയാണ്.
ഈ സമയത്ത് കൈലാഷ് പറയുകയാണ്, എങ്കിൽ പിന്നെ നീ അങ്ങനെ ചെയ്ത് നോക്കുമെന്ന് പറയുകയാണ്. ശരി, ഞാനെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാറു പോകാൻ പോകുമ്പോഴത്തേക്കും കൈലാഷ് പറയുകയാണ്, പാറു നീ ഒറ്റക്കാണോ പോകുന്നത്? ഒറ്റക്ക് പോകണ്ട, എന്തെങ്കിലും ഒരു ചതി അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലോ? നീ ഒരു കാര്യം ചെയ്യ്, ഞാനും നിൻ്റെ കൂടെ വരാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് മുക്ത പറയുകയാണ്, അത് പിന്നെ കൈലാഷ് നമ്മൾ കൺസ്ട്രക്ഷൻ അവിടെ തന്നെ ഉണ്ടാവും മുക്ത, ഞാൻ എന്തായാലും പാർവതിയുടെ കാര്യത്തിന് പോട്ടെ, അത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുകയാണ്. ഈ സമയത്ത് പാറു പറയുകയാണ്, വേണ്ട സാർ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, നിങ്ങൾ എവിടെയോ പോകാനായിട്ട് റെഡിയായിട്ട് ഇരിക്കുന്ന സമയമല്ലേ? ഇല്ലില്ല, ഇപ്പം നിൻ്റെ കാര്യത്തിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നീ എന്തായാലും വാന്നും പറഞ്ഞുകൊണ്ട് പാർവതിയും കൂട്ടിക്കൊണ്ട് കൈലാഷ് നേരെ എതിർഭാഗം വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ ആ കരഞ്ഞു എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയാളും പ്രിയനും ഒരേ ജയിലിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അങ്ങനെ പ്രിയൻ നോക്കുമ്പോൾ അയാൾ വെട്ടിവിറച്ച് പനിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വെള്ളം കുടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും പ്രിയൻ ആ ഗ്ലാസ് തട്ടി മാറ്റിയാണ്. എടാ, നിനക്കൊന്നും പച്ച വെള്ളം പോലും തരാൻ പാടില്ല, നീ പനിച്ച് വിറച്ച് ചത്തുപോകുന്നെങ്കിൽ ചത്തുപോക്കോട്ടെ, നിനക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? എടാ, നിന്നെ പ്രസവിച്ചത് ഒരമ്മയല്ലേ, നിൻ്റെ വീട്ടിൽ പെങ്ങന്മാർ കാണില്ലേ, അതൊരു പെണ്ണല്ലേ, നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ, അങ്ങനെ എന്തോരം പെണ്ണുങ്ങളാ. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എങ്ങനെയാണ് ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇതുമാതിരി ഒരു വികാരം തോന്നുക? നീ ഇത്രയും വലിയ വൃത്തികെട്ടവനായി പോയല്ലോ. നോക്ക്, ഇവിടെ കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് രണ്ടുപേർക്കും കൂടെ കുടിക്കാനായിട്ടുള്ളതാണ്. പക്ഷേ നിന്നെപ്പോലൊരു വൃത്തികെട്ടവൻ ആഭാസൻ കുടിച്ച വെള്ളം ഞാൻ കുടിക്കില്ല, അതുകൊണ്ട് നിനക്ക് ഈ വെള്ളം കുടിക്കാനായിട്ട് ഒരു അർഹതയില്ല, ഞാൻ തരില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ പറയുകയാണ്, നീ എന്തറിഞ്ഞുകൊണ്ടാ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ പറയാൻ നിനക്ക് എന്ത് അവകാശമുള്ളത്? നീ ആരെയോ കൊന്നിട്ടല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാൻ കൊന്നൂന്നോ? ആരാടാ പറഞ്ഞത് ഞാൻ കൊന്നൂന്ന്? അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുവാണ്. അതിനിടയിൽ പോലീസ് വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ സർ, ഇവനെ പോലെ ഒരു ആഭാസം കുടിച്ച ഗ്ലാസ്സിൽ വെള്ളം ഞാൻ കുടിക്കില്ല എന്ന് പ്രിയം പറയുകയാണ്. ഈ സമയത്ത് പോലീസുകാരൻ പറയുകയാണ്, ഇത് ജയിലാണ്, നിങ്ങൾ എടുത്തിരിക്കുന്ന റൂമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടോ ഒന്നുമല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ആടാൻ. നോക്ക്, ഇത് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ്, വെള്ളം കൊടുത്തേ മതിയാവുള്ളൂ പ്രിയ. പിന്നെ പ്രിയ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്തായാലും ഇൻസ്പെക്ടർ നീ ഒരു പാവമാണെന്നും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ വളരെ നല്ല രീതിയിൽ പെരുമാറുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. പിന്നെ ഇവൻ കുറ്റവാളിയാണോ ഇല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കണ്ണിൽ കുറ്റവാളികൾ തന്നെയാണെന്ന് പറയുകയാണ്. ഈ സമയത്ത് പ്രിയം പറയുകയാണ്, സാറേ, ഞാൻ എങ്ങനെയാണ് കുറ്റവാളിയാവാ? നോക്ക്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, മാത്രമല്ല ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഏതോ ഒരുത്തൻ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയ അവൻ എൻ്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ ചത്തുപോയി. അവനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞ് കള്ളക്കേസിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, അല്ലാതെ ഒരിക്കലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. പ്രിയ, അതെല്ലാം കോടതി തീരുമാനിച്ചോളും, നീ എന്തായാലും അവിടെ മര്യാദ കടങ്ങി ഒതുങ്ങിയിരിക്കുന്നു പോലീസുകാരൻ പറഞ്ഞിട്ട് പോവാണ്. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതിയും കൈലാഷും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർവതിയോട് കൈലാഷ് ഒരുപാട് സമാധാനിപ്പിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറയുന്നുണ്ട്. അതേസമയം പ്രതിഭാഗം വക്കീലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ അരവിന്ദാണ്. ഒരു കെട്ട് പൈസയായിട്ടാണ് അരവിന്ദ് വന്നിരിക്കുന്നത്. അങ്ങനെ വക്കീലിനെ കണ്ടിട്ട് അരവിന്ദ് പറയുകയാണ്, സാറേ, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കെട്ടിൻ്റെ വലിപ്പം കൂടാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ സാറേ. എന്തായാലും പ്രിയൻ അകത്ത് കിടക്കണം എന്ന് മാത്രമല്ല, ആ കൊലപാതക കേസ് അവൻ്റെ തലയിൽ തന്നെ വന്നു വീഴണം. ഒരു കാലത്തും അവന് ജാമ്യം പോലും കിട്ടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം സാറ് ചെയ്തേ മതിയാവുള്ളൂ. അരവിന്ദ് സാറേ, ഈ നോട്ടുകെട്ടുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. പിടയ്ക്കുന്ന നോട്ടുകെട്ടുകളാണല്ലോ ഇതൊക്കെ. പക്ഷേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ സാറേ, എൻ്റെ പ്രതിഭാഗം വക്കീലായിട്ട് വാദിക്കുന്നത് സത്യഭാമയാണ്. അവരുടെ വാദത്തെക്കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് സാറിനോടൊന്നും പറയണ്ടല്ലോ. അവരൊരു കേസ് ഏറ്റെടുത്താൽ അത് ജയിച്ചു എന്നാണ് അവരുടെ നിഘണ്ടുവിലുള്ളൂ. സാധാരണ ഇത്രയൊന്നും കേസ് നീണ്ടുപോകത്തില്ല അവരുടെ കേസിൽ. പക്ഷേ ഈ തവണ 2 തവണ അവർ ഈ ഹിയറിങ്ങിന് തോറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ സംശയിക്കുന്നുണ്ടാവും ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാവുമെന്ന്. ശരിക്കും സാറുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവില്ല, പക്ഷെ മറ്റാരെങ്കിലും ഉണ്ടാവുമെന്ന് അവരുടെ ബുദ്ധി വെച്ച് അവർ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ മാറ്റിക്കളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്ത ഹിയറിങ്ങിന് നമ്മൾ ജയിക്കും, പ്രിയനകത്താവുമെന്നൊന്നും എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല സാറേ. ഒന്നേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ സത്യഭാമ ഉണ്ടാവരുത്, അല്ലെങ്കിൽ പ്രിയൻ ഉണ്ടാവരുത്. സത്യഭാമയ്ക്ക് വേണ്ടി പ്രിയൻ വാദിക്കരുത്. അല്ലെങ്കിൽ ഇപ്പം തന്നെ പ്രിയൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കുക. പ്രിയൻ ഇനി ജീവിച്ചിരിക്കേണ്ടത് നിങ്ങളങ്ങ് തീരുമാനിക്കുമെന്ന് പറയുകയാണ്. അതോടുകൂടി അരവിന്ദ് ഒരു തീരുമാനത്തിലെത്തുകയാണ് കേട്ടോ. അങ്ങനെ അരവിന്ദ് ഇറങ്ങി വരുന്ന സമയത്താണ്
നമ്മുടെ കൈലാഷും അതുപോലെ തന്നെ പാർവതിയും ഈ വക്കീലിനെയും കാത്ത് പുറത്തിരിക്കുന്നത്. അങ്ങനെ വക്കീലിൻ്റെ ജൂനിയർ വന്ന് ചോദിക്കുകയാണ്, എന്താ സർ ആരെ കാണാനാന്ന് ചോദിക്കുമ്പോൾ ഇന്ന വക്കീലിനെയാണ്, ഞാൻ കൈലാഷ് PKR ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ആണെന്നും ഇത് പാർവതി പ്രിയൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ വന്നിട്ട് ഈ വക്കീലിനോട് പറയുകയാണ്. അതോടുകൂടി ഈ വക്കീൽ ഷോക്കാവാണ്. എന്തായാലും അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വക്കീൽ ഇറങ്ങി അവിടേക്ക് വരികയാണ്. ഈ സമയത്ത് അരവിന്ദ് ഇവരെ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അരവിന്ദ് മറഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത്. ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ. റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.